നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് വേണം റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നയൻ ഓഫ് സോർഡ്സ് ആണ്, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, പേജ് ഓഫ് കപ്സ്, ദ ഹാങ്ഡ് മാൻ, ടെൻ ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് പെന്റിക്കിൾസ്, eight of cups, seven of wands, ace of cups, the moon. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. നയൻ ഓഫ് സോഴ്സ് എനർജിയിലാണ് അവരത്രയും ഒരു മാനസികമായിട്ടുള്ള ഒരു പെയിനിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല എന്താണ് പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു ചേഞ്ച് വന്നത് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അവർ ചെറുതായിട്ട് ഒരു അകൽച്ചയിലോട്ട് പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതേക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് ഇവർ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് അവർ അത്രയും മാനസികമായിട്ടുള്ള സ്ട്രെസ്സിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊരു ഡിസ്റ്റൻസ് ഇടുന്നത്. അല്ലാതെ നിങ്ങളോട് ഇഷ്ടക്കുറവോ സ്നേഹം, ഇവിടെ ഏസ് ഓഫ് കപ്സ് എനർജിയാണ് ഫീലിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫീലിങ്സ് ആയിട്ട് ഏസ് ഓഫ് കപ്സ് വരുമ്പോൾ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. ഫീലിങ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പേഴ്സണെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ് നിങ്ങളോടുള്ളത്. പക്ഷേ ഇപ്പോഴവർ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്, മാനസികമായിട്ട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്ക് ജോബ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതുന്നത് ഇവരെന്തുകൊണ്ടാണ്, സ്നേഹക്കുറവ് കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഡൗട്ടായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. പക്ഷേ സ്നേഹക്കുറവ് കൊണ്ടല്ല, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് കാണിക്കുന്നത് അവർക്ക് കുറച്ച് മണി ബ്ലോക്കേജസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കരിയറിൽ അവർക്കൊരു കുറച്ച് ഇഷ്യൂസ് അവർ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റാത്തത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ആ ഒരു പ്രോബ്ലത്തിൽ അവർ സ്റ്റെക്കാണ്, അവരിപ്പോൾ ഇമോഷണലി ഡൗൺ ആണ്. ഇവിടെ മൂൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാർഡും എയ്റ്റ് ഓഫ് കപ്സും മൂൺ കാർഡും വരുമ്പോൾ അത്രയും അവർ ഇപ്പോൾ ഒരു ഇമോഷണലി തകർന്ന ഒരു അവസ്ഥയിലാണ്. കംപ്ലീറ്റ് ആയിട്ട് അവർ തകർന്നിരിക്കുന്ന സിറ്റുവേഷനാണ്. അതുകൊണ്ട് ആ ഒരു തകർന്ന സിറ്റുവേഷൻ, ആ ഒരു പെയിനിൽ അവരിപ്പോൾ സ്റ്റെക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഇതുണ്ടോ, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് കൂടുതൽ കാണിക്കുന്നത് കേട്ടോ. ഫിനാൻഷ്യലി ആയിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസിൽ അവർ സ്റ്റക്കായി നിൽക്കുകയാണ് എന്നുള്ളതാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ മുൻപ്, അതായത് ഈ റിലേഷൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നിങ്ങൾ അത്രയും ഡീപ്പായിട്ടുള്ള കണക്ഷനിലായിരുന്നു. ഇവർ അത്രയും നിങ്ങളുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാൻ ഇവർ ആഗ്രഹിച്ചിരുന്നു. നിങ്ങളുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവരുടെ കുറച്ച് മോശമാണ്. അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ്, പേജ് ഓഫ് കപ്സ് ആണ്.
അതുപോലെ ഏസ് ഓഫ് കപ്സ് ആണ്, 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവിടെ നിങ്ങളോട് ആള് സ്നേഹത്തോടെയാണ് നിൽക്കുന്നത്. നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഫാമിലി ലൈഫ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സ്നേഹം അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ള ലെവലിലോട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് പെന്റിക്കിൾസ് എനർജി വന്നിട്ടുള്ളത്. അതുപോലെ അവരുടെ ഇമോഷൻ എന്ന് പറയുമ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള ഇമോഷനാണ്. അതായത് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം അവർ വെറുതെ ക്രഷിൻ്റെ പുറത്ത് വന്നതാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. അവർ സീരിയസ് ആയിട്ടാണ് ഈ റിലേഷനെ കാണുന്നത്. ഇത് ഫാമിലി ലൈഫിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. അവർ ലവ് ഈസ് റിയൽ എന്നാണ് പറയുന്നത്. ഇതൊരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. ഈ റിലേഷൻ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. ഇതൊരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുൻപോട്ട് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു റിലേഷനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളത്. നിങ്ങളുടെ പേഴ്സൺ അത്രയും സ്നേഹമാണ് നിങ്ങളോടുള്ളത് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴവർ നിങ്ങളോട് ലെസ് കോണ്ടാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പഴയ കണക്ഷൻ നിങ്ങളോട് കാണിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ ഇവരെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല കേട്ടോ. സയൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സയൻസ് കാണിക്കുന്നുണ്ടായിരിക്കാം, അതായത് ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പേഴ്സൺ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു റിലേഷനാണ് എന്നുള്ളതാണ്. അവർ ഇപ്പം മാറി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ടെൻഡൻസി എന്തായാലും കാണിക്കും. ഓക്കെ, സൈലൻസ് എന്നാണ്. അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അതായത് ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ നിങ്ങളോട് ചിലപ്പോൾ തുറന്ന് പറയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതായിരിക്കും കൂടുതൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ ആ ഒരു സിറ്റുവേഷനിൽ ഒരു നല്ല രീതിയിലൊരു ചേഞ്ച് വന്നതിന് ശേഷം നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. യു ആർ മൈൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരുടെ ആണ് എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാണ്. യു ആർ മൈൻ എന്നുള്ളത് അത്രയും അവർ ഉറപ്പിച്ചു കഴിഞ്ഞു നിങ്ങളാണ് അവരുടെ പാർട്ട്ണർ എന്നുള്ള കാര്യം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഫാമിലി കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് നിങ്ങൾ അവരുടെ ആണ് എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ഡിസിഷനാണ് അത് കാണിക്കുന്നത് കേട്ടോ. ഫോളോ യുവർ ബ്ലിസ് എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ആളെക്കുറിച്ച് ടെൻഷൻ അടിച്ച് വിഷമിക്കേണ്ട സിറ്റുവേഷൻ അല്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ സന്തോഷങ്ങളിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക ഓരോ മൊമെൻറ്റും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ കൂടുതൽ അതായത് ഡീപ്പ് ആവാനും നിങ്ങൾ തമ്മിൽ എത്രയും പെട്ടെന്ന് റിയൂണിയൻ ഉണ്ടാവാനും അതുപോലെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ആളുടെ ഒരു ഇഷ്യൂസ് ഉണ്ടല്ലോ, അവർ ഒരു ഇഷ്യൂസിൽ പെട്ടിരിക്കുകയാണ്. ആ ഒരു ഇഷ്യൂസ് എത്രയും പെട്ടെന്ന് ക്ലിയർ ആയി നിങ്ങളിലേക്ക് വരാൻ നിങ്ങളുടെ പേഴ്സണെ എത്രയും പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിൽക്കുക. നിങ്ങളുടെ ലൈഫിലെ ഓരോ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങൾ എൻഗേജ്ഡ് ആവുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ കുറച്ച് മെസ്സേജ് നോക്കാം. ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറ്റ്സ് അപ് ടു യു എന്നാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങളാണ് ഈ റിലേഷനിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ്. അടുത്ത് തന്നെ ഈ റിലേഷനിൽ ഒരു മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷനിലൊക്കെ ചേഞ്ച് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ്. നിങ്ങൾ ഏഞ്ചൽസിനോട് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ഏഞ്ചൽസിനോട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ വർക്ക് ചെയ്യുക, അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഓപ്പർച്യൂണിറ്റി എന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം.
ലെറ്റർ ബി പൂയം, പുണർദം, ഒക്ടോബർ, 1999, 1988, കാർത്തിക 1995, ഡിസംബർ, തൃക്കേട്ട, ലെറ്റർ ടി, ലെറ്റർ ഇ, ലെറ്റർ എ, ലെറ്റർ ജെ, ലെറ്റർ യു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.